ഹലോ മക്കളെ, അപ്പം ബോണി ഇപ്പം മാമ്പഴത്തറ വന്നിരിക്കുക. നല്ല സെറ്റപ്പ് വ്യൂ ആണ്. നിങ്ങളും കൂടെ ഇതും കാണുക. കൊല്ലത്തെ ഒരു സ്ഥലമാണ് ഈ മാമ്പഴത്തറ എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ എൻ്റെ ഒരു എന്താ പറയണ്ടേ റിസ്കിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ വന്നിരിക്കുക ഒറ്റയ്ക്ക്. ഇപ്പം ഏകദേശം വൈകുന്നേരം സമയമായി. അപ്പം ഇങ്ങോട്ട് കയറിയപ്പോഴാണ് റേഞ്ചും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. കാടാണ്, ഫോറസ്റ്റിൻ്റെ ബോർഡൊക്കെ കഴിഞ്ഞിട്ട് മുന്നോട്ട് വന്നതാണ്. അപ്പം ബോണി ഇപ്പം ചെറുതായിട്ട് പതറിയിരിക്കുക. പക്ഷെ കുഴപ്പമില്ല, ബോണി മുന്നോട്ട് പോകാൻ ഈ കാട്ടിനകത്ത് സൈൻ ബോർഡുകളൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനൊരു വഴി നിൽക്കുക. കൂടെ നമുക്ക് ആരും ഒരു വഴി ചോദിക്കാൻ പോലും ഇപ്പം ആരും ഇല്ല. ഇപ്പം അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ബോണി നിൽക്കുന്നത്. എന്തായാലും മാമ്പഴത്തറ എന്നുള്ളൊരു സ്ഥലം ഞാൻ സെർച്ച് ചെയ്തപ്പം കിട്ടിയതാണ്. പക്ഷെ വിസിറ്റേഴ്സോ അങ്ങനെ വലിയ ടൂറിസം ആൾക്കാരും ഇല്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥ നിൽക്കുക. ബോണി ചെറുതായിട്ട് പതറി. ഇങ്ങോട്ട് വന്നപ്പം വൈൽഡ് ലൈഫ് ക്രോസിംഗ് എന്ന് പറഞ്ഞൊരു 2 ആനയുടെ ഐക്കണും കണ്ടപ്പോഴത്തേക്ക് ബോണി പതറിയിരിക്കുക. അപ്പോൾ എവിടെ നിൽക്കുന്നത് എന്തോന്നും പിടിയില്ല. മാമ്പഴത്തറ എന്ന സ്ഥലത്തിൽ ആ കാട്ടിൻ്റെ ഏകദേശം ഒരു സ്ഥലത്ത് നിൽക്കുക. അപ്പോൾ എന്തായാലും ബോണി ബാക്കി വിവരം കുറച്ച് മുന്നോട്ട് പോയിട്ട് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ബോണി ഇതാ നിങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുക്കാൻ പോവുക. എന്താണ്ടേ നിങ്ങളെ ഈ വ്യൂ കാണിക്കാൻ വേണ്ടിയാണ് ഈ ബോണി കഷ്ടപ്പെട്ടത്. ബോണിക്ക് ആനയുടെ കുത്ത് കിട്ടുമെന്നാണ് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ബോണി ഫ്രഷ് പിണ്ടം കണ്ട് സമയം പൊയ്ക്കൊണ്ടിരിക്കുക, ഇരുട്ട് വീഴാൻ പോകും. വ്യൂ പോയിൻ്റ് തപ്പിയൊരു യാത്രയായിരുന്നു മക്കളെ. അങ്ങനെ ഓടി 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 എങ്ങനാ ആർക്കേലും എന്തേലും അറിയാമോ? നാട്ടുകാരെ കാണുന്നുണ്ടോ? ഒന്നുമില്ല. ബോണിക്ക് ഒത്തിരിയും കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറ്റുന്നില്ല. ഇരുട്ട് വീഴാൻ പോവുക. ബോണി ഇവിടെ ഒറ്റയ്ക്ക് കാട്ടിലിരിക്കുകയാണ്. ഇനി കൂടെ ഒരുത്തനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഇനി അടുത്ത നമ്മുടെ സിറ്റി റോഡ് കണ്ടുപിടിക്കാൻ എത്ര കിലോമീറ്റർ ഓടിക്കണമെന്ന് ഒരു പിടിയില്ല. നെറ്റെല്ലാം കട്ടായി കിടക്കുകയാണ്. അറിയില്ല ഗൈസ് എന്താ പറ്റുമെന്ന്. ബോണി പക്ഷേ ഈ റിസ്കിനിടയ്ക്കും ആന മുന്നിലുണ്ടെന്ന് കണ്ടിട്ടും പലവട്ടവും ഞാൻ പിണ്ടം കണ്ടു. ആനപ്പിണ്ടം, ഫ്രഷ് പിണ്ടം, സ്മെല്ലും എല്ലാം അടിക്കുന്നുണ്ട്. ഫ്രഷ് പിണ്ടങ്ങളും ഞാൻ കാണുന്നുണ്ട്. അറിയില്ല ഗൈസ്, ഇത് അവസാനത്തെ ബോണിയുടെ അവസാനത്തെ യാത്ര ആവുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം ഗൈസ് എവിടെ വരെ എത്തുമെന്ന്. നമ്മളൊരു യാത്ര വന്നു കഴിഞ്ഞാൽ റിലാക്സായിട്ട് എൻജോയ്മെൻ്റായിട്ട് പോകേണ്ട കാര്യമാണ്. പക്ഷെ ബോണി ഇപ്പോൾ ചെറുതായിട്ട് പതറിയിരിക്കുക. അതാണൊരു വിഷയം വന്നത്. ഇപ്പം ഇരുട്ടാവും, മഴ വരും. എനിക്കാണെങ്കിൽ ഒരു പിടുത്തമില്ല, ആളുകളെ ഒന്നും കാണാനുമില്ല. കാടിൻ്റെ ഒരു നടുക്കിരിക്കുകയാണ്. ബോണിക്ക് ഈ ഒരു സിറ്റുവേഷനായിപ്പോയി. പക്ഷേ ഈ സമയം ഞാൻ ചൂസ് ചെയ്തതാണ് ഏറ്റവും വലിയ എനിക്ക് തെറ്റ് പറ്റിയത്. വൈകുന്നേര സമയം ഏകദേശം ഒരു കുറച്ച് രാവിലെയോ ഒരു ഉച്ചയ്ക്കോ വെട്ടമുള്ള സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പം ബോണി മൊത്തത്തിൽ പെട്ടിരിക്കുന്ന. ഇനി ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ബോണി ആനയുടെ കൊമ്പിൻ്റെ ഇടയിലായിരിക്കും ഇരിക്കുന്നത്. എനിക്കറിയില്ല ഗൈസ്, ഞാൻ ഇതിനിടയ്ക്ക് വീഡിയോസ് പ്രവർത്തിക്കൊണ്ടിരിക്കുക. നോക്കാം ഇനി എവിടെ വരെ എത്തുമെന്ന്. അങ്ങനെ അവസാനം ആ വ്യൂ പോയിൻ്റ് ഞാൻ കണ്ടെത്തി ഗൈസ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇതാണ് മാമ്പഴത്തറയുടെ വ്യൂ പോയിൻ്റ്. അവിടെ നിന്ന് 2 പേര് പറഞ്ഞപ്പോഴാണ് ഇതാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ മാരക വ്യൂ ആണ് ഗൈസ്. ഈ വ്യൂസ് കാണാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും അതൊന്നും ബോണിക്ക് വിഷയമുള്ള കാര്യമല്ല. ഈ വിഷ്വൽസ് കിട്ടണം, അതിനു വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഇതായിരുന്നു ആ മാമ്പഴത്തറയുടെ വ്യൂ പോയിൻ്റ്.